എന്താ ഐശ്വര്യ, എന്താ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞ? ജയേഷും ഞാനും ഇപ്പൊ തുല്യ ദുഃഖിതരാ. ജയേഷിന്റെ ജോലി നഷ്ടപ്പെടുത്തിയതും ജയേഷിന് അശ്വതിയെ കിട്ടാതാക്കിയതും ആ ശ്യാമയാ. ജയേഷ് അശ്വതി അന്ന് എവിടേക്കെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഐശ്വര്യ കാര്യങ്ങളും ചിലതൊക്കെ ഞാനും അറിഞ്ഞു. എന്റെ ഗതികേട്. ഞാനിപ്പോ വാടക വീട്ടിലാ താമസം. ഐശ്വര്യക്ക് വാടക വീട്ടിലെങ്കിലും സ്വസ്ഥമായി നിൽക്കാൻ പറ്റുന്നുണ്ടല്ലോ. പക്ഷെ എന്റെ സ്ഥിതി അതിനേക്കാൾ കഷ്ടമാണ്. SI ആയി വിലസിയായി എന്റെ പിന്നാലെ ഇപ്പൊ പോലീസാ. എന്നെ കിട്ടിയാലേ അപ്പൊ പിടിച്ച് ജയിലിലടയ്ക്കും. ഐശ്വര്യ പറഞ്ഞ ശരിയാ. എന്നെ ഈ സ്ഥിതിയിലാക്കിയത് ആ ശ്യാമ ഒറ്റ ഒരുത്തിയ. അതാ ജയേഷിനെ തന്നെ കാണുമെന്ന് ഞാൻ തീരുമാനിച്ചേ. എന്താ കാര്യമെന്ന് ഐശ്വര്യ ഇതുവരെ പറഞ്ഞില്ല. ജയേഷ് നമ്മളുടെ രണ്ടാളുടെയും മുഖ്യ ശത്രു ശ്യാമയാ. അവളോട് പകരം തീർക്കാൻ പറ്റിയൊരു അവസരം വന്നിരിക്കുക. പറയ്, കേൾക്കട്ടെ. എങ്ങനെ ശ്യാമയോട് പ്രതികാരം ചെയ്യണ്ടേ? ശ്യാമയ്ക്കിപ്പോ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു. ആ അവാർഡ് വാങ്ങാൻ ഉറപ്പായിട്ടും ശ്യാമ പോകും. പക്ഷേ ഒരിക്കലും ആ അവാർഡ് ശ്യാമ വാങ്ങരുത്. എന്ന് പറഞ്ഞാൽ ആ അവാർഡ് വാങ്ങാൻ ശ്യാമ ജീവിച്ചിരിക്കരുത്. അവളെ തീർക്കാൻ പലതും ഞാൻ ചെയ്തതാ. അവള് ഭാഗ്യമുള്ളവളാ, സൂത്രശാലിയാ. എല്ലാറ്റിൽ നിന്നും അവള് രക്ഷപ്പെട്ടു കളഞ്ഞു. ഇനി ഒരിക്കലും ആ പിഴവ് സംഭവിക്കാൻ പാടില്ല. അതാ ഞാൻ ജയേഷിനെ കാണുമെന്ന് പറഞ്ഞേ. അതിനിപ്പോ ശ്യാമയെ ഒറ്റയടിക്ക് തീർക്കാന്ന് പറഞ്ഞാൽ? അതെ, ഇനി അവൾ ഉണ്ടാവരുത്. അതിനെന്താ വഴി? അതാ നമ്മൾ ആലോചിക്കേണ്ടത്. അത് ഒരു വഴിയുണ്ട്. എന്താ പറ. കുറച്ച് റിസ്കാ. ശരിക്ക് വർക്കൗട്ട് ആവശ്യമുണ്ട്. ആയിക്കോട്ടെ, എന്നാലും ശ്യാമ തീരണം. എന്താ അതിന് മാർഗം? അത് കേക്കട്ടെ. അത് പറയാം. എന്തു പറയുന്നു? വർക്കൗട്ട് ആയ സൂപ്പർ. ശ്യാമ ഉറപ്പായിട്ടും സ്റ്റേറ്റ് അവാർഡ് വാങ്ങില്ല. വർക്കൗട്ട് ആവും. ഞാൻ വർക്കൗട്ട് ആക്കും.